ഹലോ ചങ്കുകളെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. വിലങ്ങൻ കുന്നിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5 ഏക്കറോളം ഭൂമിയിൽ പരന്നു കിടക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് വിലങ്ങൻ കുന്ന്. 80 മീറ്ററോളം ഉയരത്തിലാണ് ഈ ഒരു വിലങ്ങൻ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. വിലങ്ങൻ കുന്നിലേക്കുള്ള സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. 20 രൂപയാണ് ഇവിടെ മുതിർന്നവർക്ക് ഫീസ് ഈടാക്കുന്നത്. വിലങ്ങൻ കുന്നിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ളൊരു ഇടം. വിലങ്ങൻ കുന്നിലേക്കുള്ള പ്രവേശന കവാടം കടന്നു ചെല്ലുമ്പോൾ വിശാലമായിട്ടുള്ളൊരു മൈതാനം പോലെ ഒരിടം കാണാം. ഈ ഒരു മൈതാനത്തിൻ്റെ ഇടതുവശത്തായിട്ട് കുട്ടികൾ കളിക്കാൻ വേണ്ടി ഒരു ചെറിയ പാർക്കും ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടും അവൈലബിൾ ആണ്. നമ്മുടെ വിലങ്ങൻ കുന്നിനെ ചുറ്റി വരാൻ കല്ലുകൾ പാകിയ നടപ്പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് വിലങ്ങൻ കുന്നിനെ ചുറ്റി വരാം. വിലങ്ങൻ കുന്നിൻ്റെ ഓരങ്ങളിലെല്ലാം ഒരുപാട് മരങ്ങൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് തന്നെ ഈ ഒരു നടപ്പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നല്ല കാറ്റും മരങ്ങളുടെ തണലും തണുപ്പും കിളികളുടെ കളകൂജനവും എല്ലാം ആസ്വദിച്ച് ഈ ഒരു വിലങ്ങൻ കുന്നിനെ നമുക്ക് ചുറ്റി വരാൻ കഴിയും. വിലങ്ങൻ കുന്നിൻ്റെ ഓരത്തുള്ള നടപ്പാതയിലൂടെ നടന്ന് അല്പം ക്ഷീണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരത്ത് തന്നെ ഇരിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിലങ്ങൻ ഹിൽസിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ തൃശ്ശൂർ പട്ടണത്തിലെ കെട്ടിടങ്ങളും ചുറ്റും പരന്നു കിടക്കുന്ന പച്ചപ്പും നമുക്ക് ആസ്വദിക്കാം.
വിലങ്ങൻ കുന്നിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ് സെൽഫി മുക്ക്. ഇത് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇടമാണ്. അകലെ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാം. വിലങ്ങൻ കുന്നിൻ്റെ നടപ്പാതയിലൂടെ വരുമ്പോൾ ഒരു ചെറിയ പൂൾ കണ്ടു. പക്ഷെ അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു റൗണ്ട് ഷേപ്പിൽ പാത്രം പോലെ ഒരു വസ്തു കണ്ടു. ആ ഒരു പാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു. അതിൽ നിന്ന് കിളികൾ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഒരുപാട് കോളേജ് പയ്യന്മാരും കാമുകന്മാരും ഫാമിലീസും എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ചിലർ നടപ്പാതയിലൂടെ മന്ദം നടക്കുന്നുണ്ട്. ചിലർ വിശ്രമിക്കാനുള്ള ഇടങ്ങളിൽ ഇരിക്കുകയാണ്. മറ്റുള്ള ഫാമിലീസ് എല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു നടപ്പാതയിലൂടെ വിലങ്ങൻ കുന്നിനെ മുഴുവനായി ചുറ്റി വന്നു. വിലങ്ങൻ കുന്നിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഇടതുവശത്തായിട്ട് കാണാൻ ബാക്കി വെച്ചൊരു ഇടമുണ്ടായിരുന്നു. വിലങ്ങൻ കുന്നിനെ മുഴുവനായി ചുറ്റി വന്ന ശേഷം ആ ഒരിടം കാണാൻ വേണ്ടി അങ്ങോട്ട് നടന്നു. അതൊരു വലിയ ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു. നമുക്ക് താഴെ സ്റ്റേജ് കാണാം. പിന്നെ വിശാലമായിട്ട് അതിൻ്റെ മുകളിലോട്ടൊക്കെ ഇരിപ്പിടങ്ങളും കാണാം. ഉച്ച കഴിഞ്ഞ് ഏകദേശം 4 മണി ആയപ്പോഴാണ് ഈ ഒരു വിലങ്ങൻ കുന്നിലേക്ക് എത്തിയത്. ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ചു. വിലങ്ങൻ ഹിൽസ് വളരെ പ്രകൃതിരമണീയമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നഗരത്തിൻ്റെ കോലാഹലങ്ങളിൽ നിന്ന് മാറി വളരെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയൊരിടം. നിങ്ങൾ ഈ ടൂറിസ്റ്റ് സ്പോട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്തായാലും തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്. മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം മിസ്റ്റർ യോ.